ഹലോ, എല്ലാവർക്കും സഹയാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം എക്സ്പെക്ട് ചെയ്തൊരു മൂവിയാണ്. കാരണം മാർവലിൻ്റെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ. എൻഡ് ഗെയിമിന് ശേഷം ഒരു മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ആ മൂവിക്ക് ശേഷം മാർവലിൻ്റെ ഒരു മൂവിക്ക് എക്സ്പെക്ടേഷൻ വെക്കാറില്ല. കാരണം ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പം ഫെയിലിയർ ആവും. അതുവരെ കട്ടൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് ഞാനങ്ങ് നിർത്തി. പക്ഷേ അവരെല്ലാം ഇറങ്ങിയ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3 എന്നും പറയാൻ നല്ല അടിപൊളിയായിരുന്നു. എന്നാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ തല്ലിപ്പൊളി സാധനം ഇറക്കുന്നുണ്ട് അധികം ഞാനിപ്പം ഫോളോ ചെയ്യാറില്ല. പക്ഷേ ഈ നെയിം അനൗൺസ് ചെയ്ത മുതൽ ഈ മൂവി എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം ട്രോളിലൊക്കെ പ്രചരിക്കുന്ന പോലെ എത്രയോ സൂപ്പർമാൻമാർ വന്നിട്ടുണ്ട്, എത്രയോ ബാറ്റ്മാൻമാർ വന്നിട്ടുണ്ട്, എത്രയോ ഡെയർ ഡെവിൾ, അതേപോലെ ഡിഫറെന്റ് സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടെങ്കിലും there is only one വൂൾവറിൻ. നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ ചെയ്ത വൂൾവറിന്റെ ഓൾമോസ്റ്റ് എല്ലാ മൂവീസും എനിക്ക് ഇഷ്ടമാണ്. കാരണം ഹ്യൂ ജാക്ക്മാൻ ഇനി വൂൾവറിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ വൂൾവറിന്റെ ഡെത്ത് അവതരിപ്പിച്ച ലോഗൻ അവസാനത്തെ മൂവി ശരിക്ക് ഹ്യൂവിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു മൂവി അനൗൺസ് ചെയ്തപ്പം തന്നെ ആ ഒരു എക്സ്പെക്ടേഷൻ വന്നു. കാരണം ഹ്യൂവിനെ പിന്നെയും വൂൾവറിനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അതും MCUവിലേക്ക് വരുന്നു എന്നുള്ളത് ശരിക്ക് അത്രക്ക് വേണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കാരണം മാർവലിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സമയത്തിലൂടെ പോയി പോകുന്നു. അപ്പം പക്ഷെ വിശ്വസിച്ച് പോകുന്നത് റയാൻ റൊണാൾഡ്സിനെ ആണെങ്കിലും ഹ്യൂവിൻ്റെ ആ ഒരു കോംബോ മാർവൽ തിരിച്ചു വരണം. കാരണം എൻഡ് ഗെയിമിന് ശേഷം ആ ഒരു മാർവലിനോടുള്ള ഒരു വിശ്വാസം പോയി. ഇടയ്ക്ക് ചില നല്ല നല്ല സാധനം അവർ ഇറക്കുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് നല്ലതാക്കാൻ പറ്റുന്ന പല സാധനങ്ങളും നല്ല കൊളാക്കി വെക്കുന്ന പരിപാടി ഇപ്പം ചെയ്യുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ബെസ്റ്റ്. ഞാൻ ശരിക്കും ഈ വീഡിയോ നാളെ ചെയ്യാന്ന് വിചാരിച്ച, പക്ഷേ ഈ എക്സൈറ്റ്മെന്റിൽ തന്നെ ഇത് പറയണം, അതുകൊണ്ടാണ് ഇന്ന് തന്നെ ചെയ്യുന്നത്. കറണ്ട് പോലും ഇല്ല വീട്ടില്, 2 ദിവസമായിട്ട് കറണ്ട് പോയിട്ടില്ല. ഇതാന്ന് കാറിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഇത് വരുന്നത്. അടിപൊളി പടം, ഒരു പക്ക മാർവൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് 100% തന്ന ഒരു പടം. ശരിക്കും ഇഷ്ടപ്പെട്ടു. പടം ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം ഇത് എന്താ പറയാ, 20 ഫോക്സിന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്. അതിനേക്കാണ് ഞാൻ ഇപ്പൊ എങ്ങനെ പറയാ, ഇതിന്റെ 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ പറയാം. ആദ്യം പടത്തിന്റെ അഭിപ്രായം, കാരണം സെക്കൻഡ് പാർട്ടില് സ്പോയിലർ ഇല്ലാതെ പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയല്ലേ, ഒരു മാർവൽ ഫാൻ എന്ന രീതിയിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ. മാർവൽ ഫാൻ എന്ന രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒരു എപ്പിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ് മാർവലിന്റെ. കാരണം അറിയാം, ഓൾറെഡി ഓൾമോസ്റ്റ് ഫാൻസിന് അറിയാം, ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ഹിന്റ് തരുമ്പോൾ അത് ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് വരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ശരിക്കും കുറെ കാലമായിട്ട് മാർവലിൻ്റെ അകത്ത് പോകുന്നതും അതാണ്. പക്ഷെ ഇതില് റയാൻ റൊണാൾഡ്സിന്റെ സൈഡാണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂ ജാക്ക്മാന്റെ സൈഡാണെങ്കിലും ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഈ പടം ഇത്രയും കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കാരണം എന്ന് വിചാരിച്ചാൽ എനിക്ക് കിട്ടിയ എന്താ പറയാ ഓഡിയൻസ് ആണ് അവിടെ ഇല്ലേ. ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായ ഓഡിയൻസ് പറഞ്ഞാൽ പക്ക ഹാർഡ് കോർ മാർവൽ ഫാൻസാ. കാരണം അവർക്ക് ഓരോ സീൻ എന്താ പറയാ, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആ ഒരു ലോഗോ കാണിക്കുന്ന മുതൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കഴിയുന്ന വരാ വരുന്ന ക്യാരക്ടേഴ്സ്, പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുമ്പോഴാണെങ്കിലും എല്ലാം തിയേറ്ററിൽ അത്രക്ക് ആവേശമായിരുന്നു. റയാൻ റൊണാൾഡ്സിന്റെ ഓരോ കോമഡി പറയുമ്പോൾ ഇവർക്കത് കണക്ട് ആവുന്നുണ്ട്. അതായത് നമുക്കറിയാം, അതായത് മാർവലിന്റെ അത്രക്ക് വലിയ ഫാൻസായ ടീംസിനെ അറിയാം. അപ്പൊ അതൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ ഇവരെ കൂടെ ഓഡിയൻസിനോട് പറ്റിയിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ ഫാൻസിന്റെ കൂടെ കാണേണ്ട പടമാണ്.
മാർവൽ ഫാൻസിന്റെ കൂടെ കാണേണ്ട പടം. അത്രക്ക് അടിപൊളി പടം. 3D ഇഫക്ട്സ് ഒക്കെ ആ ഒരു ഫൈറ്റ് സീനിൽ കൊണ്ടുവന്നതാണെങ്കിലും ചില സീൻസ് ഒക്കെ ഉണ്ട്. ആ 3D നമുക്ക്, അതായത് ആ ഒരു എഫക്റ്റ് കാരണം വാവ് എന്ന് തോന്നുന്ന രീതിയിൽ അത്ര ഭംഗിയായിട്ട് അവര് എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങള്. പിന്നെ റെനോൾസിന്റെ കോമഡിന്റെ ആയാലും ഹ്യൂ ജാക്മാന്റെ ഫൈറ്റിങ്ങിന്റെ ആയാലും കുറെ ട്രോളുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ട്രോളുന്നുണ്ട്. പിന്നെ ഇത് കണ്ട് ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ച കാര്യം, എടാ ഇതിന് കണക്ട് ആവാൻ വേണ്ടി ഏതൊക്കെ സിനിമ കാണണം, അതായത് ഓൾമോസ്റ്റ് MCUന്റെ എല്ലാം കണ്ടു, അപ്പം ഏതൊക്കെ കാണണമെന്ന് ചോദിച്ചു. എനിക്കത് അവരോട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. മീൻസ് ഈ പടത്തിൽ വരുന്ന ആൾക്കാരെ മനസ്സിലാവണമെങ്കിൽ ഏതൊക്കെ സീരീസ് ഏതൊക്കെ സിനിമ കാണണമെന്ന് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം അത് അവരോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓ ഇന്ന് ക്യാരക്ടർ വരുന്നുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം, ഇന്ന ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ള കാര്യം. കുറെ കാലത്തിന് ശേഷം മാർവലിന്റെ നല്ലൊരു പടം കണ്ടു. ഇതൊരു എന്താ പറയാ, നമ്മളെ ഒരു ഗൂസ് ബംബ് എനിക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്തേ. എനിക്ക് ഒരു എന്റർടൈനർ, പക്ക എന്റർടൈനർ. ഇവർ ഇതിനകത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് കണക്ട് ചെയ്ത് എനിക്ക് മനസ്സിലായതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി 24th സെഞ്ചുറി എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. മീൻസ് സ്റ്റുഡിയോ അല്ല, അവരെ അണ്ടറിൽ മൂവീസ് ഇല്ലേ, അങ്ങനെയൊന്നുമില്ല. പല സീനിലായിട്ട് അവര് കാണിച്ചിരിക്കുന്ന ഒരു 24th ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന പോലെ അത് ട്രിബ്യൂട്ട് കൊടുത്തു. നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനി ഞങ്ങളത് നോക്കി നടത്തിക്കോളാം എന്ന് മാർവൽ പറയുന്ന പോലെ. ഇനി ഫുള്ള് കണ്ടോളാം. കാരണം കുറച്ച് സീൻസ് ഫോക്സ് സ്റ്റുഡിയോസിന് എന്താ പറയാ ഇനി ഇല്ല എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഇനി സ്പോയിലറാണ്. സ്പോയിലർ കേൾക്കാതെ പടം കാണാൻ ആഗ്രഹമുള്ളവര് ഇവിടെ വെച്ച് വീഡിയോ നിർത്തുക. സ്പോയിലർ എന്താണെന്ന് വെച്ചാല് 24th ചെയ്ത ഫിലിം ആയാലും സീരീസിലായാലും, ഫിലിമാണ് ഓൾമോസ്റ്റ് എല്ലാവരെയും പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് നമുക്ക് കുറെ ഡൗട്ടിനായിരുന്നു, അവരെങ്ങനെ MCUലേക്ക് വരും, ഇവർ ഓൾറെഡി ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അതിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലേഡിനെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ, പിന്നെ എലക്ട്രനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഗാംബറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഫണ്ണിയായിട്ട് പറയേണ്ട കാര്യം നമ്മളെ ജോണി സ്റ്റോമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് ഫോറിലെ നമ്മളെ ക്രിസ് ഇവാൻസ് ആദ്യം ചെയ്ത് ഫാന്റാസ്റ്റിക് ഫോറിലെ ഹ്യൂമൻ ടോർച്ച് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് ക്രിസ് ഇവാൻസിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നുണ്ട്. കാരണം ആ ഒരു മാറ്റം, കാരണം ഒന്നാമത് നമ്മൾ ഫസ്റ്റ് കണ്ടു ജോണി സ്റ്റോമിന്റെ ആ ഒരു ക്യാരക്ടർ, ക്രിസ് ഇവാൻസിന്റെ ആ ഒരു എന്താ പറയാ ഒരു പ്ലേ ബോയ് ലൈക്ക് ക്യാരക്ടർ. അതിന് ശേഷം ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് ബോൾഡ് ആയിട്ടുള്ള ഒരു സാധനം. നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തോളം നമ്മൾ അങ്ങനത്തെ ഇതല്ലേ കാണുന്നത്. ആ ഒരു ക്യാരക്ടറിലേക്ക് ക്രിസ് ഇവാൻസ് പിന്നെയും പോയി. ലോഗൻ സിനിമയിൽ കാണിച്ചില്ല X-23 മകളല്ല, എന്നാലും ശരിക്കുള്ള മകളല്ല, പക്ഷെ ആ ഒരു ക്യാരക്ടർ അതിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഡെഡ് പൂൾ വേരിയൻസ്, കുറെ ഡോഗ് പൂൾ ഉണ്ട്. ഞാൻ കോമിക്സ് അധികം വായിച്ചില്ല, MC മൂവീസും അതിന്റെ സീരീസും മാത്രമേ ഉള്ളൂ. പക്ഷെ ലേഡി പൂൾ, അങ്ങനെ കുറെ ഡെഡ് പൂളിലെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്ഫോഴ്സിനെ കാണിച്ചിട്ടുണ്ട്, നമ്മളെ സ്വന്തം ഹാപ്പി ഹോഗനെ കാണിച്ചിട്ടുണ്ട്. എല്ലാരും ഉണ്ട് ഇതില്. പിന്നെ എന്താ പറയാ TV ആണെങ്കിലും അതിന്റെ TV സംഭവം എനിക്ക് സ്റ്റോറി വൈസ് ഇത് ചെറിയൊരു അത്ര വലിയ വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നും ഇല്ല. ജെന്യുനായിട്ട് പറയാം, അത്ര വലിയ മഹാസംഭവം എന്ന് പറയാം, അത്ര വലിയ നമ്മളെ ഇതിനെ ബാധിക്കുന്ന, അതായത് നമ്മളിപ്പോഴത്തെ മൾട്ടിവേഴ്സിനെ ബാധിക്കുന്ന ഒരു സംഭവം എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ ഈ മൂവിയിൽ അവര് കൊണ്ടുവന്നിരിക്കുന്നത് ഫോക്സിന്റെ കംപ്ലീറ്റ് ഇനി MCUലുണ്ട് എന്നവർ എന്നതാണ് പോയിന്റ്. അതിനു വേണ്ടി അവർ കൊണ്ടുവന്ന സാധനം ഇത്. ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും ഉണ്ടാവുന്ന എക്സ്മാൻ്റെ കുറെ ആളെ കാണിച്ചിട്ടുണ്ട്. സേബർ ടൂത്തിനെ കാണിച്ചിട്ടുണ്ട്,
അതായത് ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എക്സ്മാനിൽ ഓരോ നമ്മളെ ജഗർനാട്ടിനെ കാണിച്ചിട്ടുണ്ട്. പക്ക എൻജോയ് എന്റർടൈൻമെന്റ്. പിന്നെ മ്യൂസിക് ആണെങ്കിൽ പറയണ്ട, കറക്റ്റ് ടൈമിങ്ങിലെ മ്യൂസിക് ആയാലും സോങ്സ് ആയാലും. ഹൽക്ക് അത് പറയാൻ വേണ്ടി വിട്ടുപോയി. ഹൽക്ക് ഓൾമോസ്റ്റ് എല്ലാ മുന്നത്തെ ഫോക്സിന്റെ മൂവീസിലെ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ആ ഒരു ഫിലിമിൽ ഒരാളെങ്കിലും മെയിൻ ആയിട്ടുള്ള കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണുക. മാർവൽ ഫാൻസ് എന്തായാലും അവരോട് കാണണമെന്ന് പറയേണ്ട ആവശ്യമില്ല, എന്തായാലും അവർ കണ്ടിരിക്കും ഈ പടം. ഒരു വൂൾവറിൻ എന്ന് പറഞ്ഞാല് നമുക്കുണ്ട്. ഇപ്പൊ സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ ചിലവർക്ക് 3 പേരെ ഓർമ്മ വരിക. അത് നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു രീതിയാണ്. ഹെൻറി കാവിലൊക്കെ ഉണ്ട് കേട്ടോ. ഹെൻറി കാവിലിന്റെ വേഷം പൊളിയാണ്. അപ്പോ അതേപോലെ വൂൾവറിൻ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ വരുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെ ഹ്യൂ ജാക്ക്മാൻ്റെ. ശരിക്ക് പുള്ളിക്കാരൻ ആ ഒരു വേഷം തൻ്റെതാക്കി മാറ്റി. വൂൾവറിനിലെ ഐഡന്റിറ്റിയും ഹ്യൂ ജാക്ക്മാൻ എന്നുള്ള ഐഡന്റിറ്റി ഒന്നാക്കി മാറ്റി. സത്യം പറഞ്ഞാൽ അതാണ് പുള്ളിക്കാരൻ ഈ ഒരു വേഷം. കാരണം ഇവര് പുതിയതായിട്ട് ഇനി ഒരു എക്സ്മാൻ കൊണ്ടുവരുന്നു, വൂൾവറിൻ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ആരായിരിക്കും ആ വേഷം ചെയ്യാൻ വേണ്ടി പോകുന്നതിൽ ഡൗട്ട് ഉണ്ട്. പക്ഷെ അപ്പോഴും ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ഹ്യൂ ജാക്ക്മാൻ ഇല്ല, ഇനിയില്ല. കാരണം അത്രക്ക് കിടലായിട്ട് ആ വേഷം ചെയ്ത വ്യക്തിയാണ്. അപ്പം പുള്ളിക്കാരൻ തന്നെ കൊണ്ടുവന്നതിന് മാർവലിനോടൊരു ബിഗ് താങ്ക്സ്. ആ ഒരു കുറെ നല്ല നല്ല മൊമെന്റ്സ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഫൈനല് നമ്മളെ ടൈറ്റിൽ ലൈൻ കാണിക്കുന്ന സമയത്ത് തന്നെ പണ്ടത്തെ നമ്മളെ ഫസ്റ്റ് വൂൾവറിന്റെ പടത്തില് റയാൻ റൊണാൾഡ്സ് ഡെഡ്പൂൾ അല്ല വേഡ് വിൽസൺ എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ പറയുന്ന ഒരു ഇന്റർവ്യൂ പോലെ, എനിക്കിതിന്റെ ഡെഡ്പൂൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ മുതല് ഹ്യൂ ജാക്ക്മാന്റെ ഓരോ സീൻസും എക്സ്മാൻ മൂവിന്റെ ഇടയിലുള്ള കുറച്ച് ബ്ലോപ്പേഴ്സ് ആയാലും അവരെ ഓരോ സീൻസൊക്കെ ആയാലും എല്ലാം ഇതിനകത്ത് അതൊരു ട്രിബ്യൂട്ട് പോലെ ഫോക്സിന്റെ എക്സ്മാനും അതേപോലെ തന്നെ അവരെ മറ്റുള്ള പടത്തിനും ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്തൊരു പടം. അതായത് ഫാൻസിന് അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയൊരു പടം. ഓക്കെ, സ്റ്റോറി ആർക്കിന് വലിയ മാറ്റങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചാല് ഇനി ക്യാരക്ടറൊക്കെ MCUലുണ്ട്, പിന്നെ അതെങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാലോ. നിങ്ങളെ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സഹയാത്രികർ.